പലപ്പോഴും നമ്മൾ വളരെയധികം പ്രയത്നിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ചില പ്രൊജക്റ്റുകളാകാം. അങ്ങനെ പോകുന്നതിനിടയ്ക്ക് വെച്ച് അത് നിന്നുപോകും. നടക്കേണ്ട കാര്യങ്ങൾ നടക്കുന്നില്ല. എത്ര പരിശ്രമിച്ചിട്ടും യാതൊന്നും നടക്കുന്നില്ല. എപ്പോഴും പുറത്ത് പ്രയത്നിച്ചുകൊണ്ടിരിക്കണം. അതോടൊപ്പം മനസ്സിലൊരു കാര്യം ഫിക്സ് ചെയ്യണം. എനിക്ക് എന്താണോ നല്ലത് അത് മാത്രമേ നടക്കൂ. പറയൂ. അതായത് ഇങ്ങനെ പറയുന്നതിലൂടെ പ്രകൃതിയിലേക്ക് ഒരു വൈബ്രേഷൻ നൽകുകയാണ്. എനിക്ക് നല്ലതാണെങ്കിൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ, നടക്കുകയുള്ളൂ. നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? നമ്മൾ അഫർമേഷൻ നൽകും. ഇതുതന്നെ നടക്കണം, ഇതുതന്നെ നടക്കണം എന്ന് പറഞ്ഞ് നമ്മൾ അഫേം ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ സംഭവിക്കുന്നതെല്ലാം എനിക്ക് നല്ലതിനു വേണ്ടി ആയിരിക്കണമെന്നില്ല. ഞാനത് നടക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, അതിനാൽ അത് നടക്കും. അങ്ങനെ സംഭവിക്കും. സമയം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്താണോ നാളേക്ക് വേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് നല്ലതായിരിക്കണമെന്നില്ല. നല്ലത് തന്നെ സംഭവിക്കണമെന്നില്ലല്ലോ. ഇന്ന് നമുക്ക് ശരിയെന്ന് തോന്നുന്നത് അടുത്ത വർഷം അങ്ങനെയായിരിക്കണമെന്നില്ല. കാരണം കാര്യങ്ങൾ ഫാസ്റ്റായി മാറിക്കൊണ്ടിരിക്കുന്നു. പരിശ്രമിക്കണം, കഠിനാധ്വാനം ചെയ്യണം. ഒപ്പം ശരിയായ സങ്കല്പങ്ങൾ സൃഷ്ടിക്കണം. എനിക്കെന്താണോ നല്ലത് അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഉദാഹരണത്തിന്, നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ അഡ്മിഷന് ഈ കോളേജിൽ തന്നെ പഠിക്കണം, ഈ കോളേജിൽ തന്നെ കിട്ടണം, ഇവിടെ തന്നെ പഠിക്കണം, ആ കോളേജിലേക്ക് പോകാനുള്ള പരിശ്രമം ചെയ്യുന്നത് കുട്ടിയാണ്. എന്നാൽ അതിനൊപ്പം ഏത് കോളേജാണോ അവന് നല്ലത് അവൻ ആ കോളേജിലേക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടുകയുള്ളൂ എന്നും സങ്കല്പിക്കണം. അവനെന്താണോ നല്ലത് അത് കിട്ടണം. ലോകത്തിന് എന്താണോ നല്ലത് അത് നമുക്ക് നല്ലതായിരിക്കണമെന്നില്ല. ചിലർ ബെസ്റ്റ് കോളേജിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. എന്നാൽ ആ ബെസ്റ്റ് കോളേജിൽ നിന്നും അവർക്ക് വളരെ മോശമായ കാര്യങ്ങളായിരിക്കും ലഭിച്ചിട്ടുണ്ടാകുക. ലോകത്തെല്ലാവരും അത് ബെസ്റ്റാണ്, ഇത് ബെസ്റ്റാണെന്ന് പറയുന്നത് കൊണ്ട് മാത്രം അത് എനിക്ക് ബെസ്റ്റായിരിക്കണമെന്നില്ല. പരിശ്രമം ചെയ്യുമ്പോഴും ഏറ്റവും ഉയരത്തിലെത്തിച്ചേരണം എന്ന ലക്ഷ്യം വയ്ക്കുമ്പോഴും ഒപ്പം ഇതുകൂടി പറയണം: ഭഗവാനെ, എന്താണോ എനിക്ക് ഏറ്റവും നല്ലത് അത് സംഭവിക്കണം. എന്താണോ നമ്മുടെ കുട്ടികൾക്ക് നല്ലത് അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. സമർപ്പണം ചെയ്യാൻ ആരംഭിക്കണം. ഹയസ്റ്റ് വൈബ്രേഷൻസിനെ ക്യാച്ച് ചെയ്യാൻ തുടങ്ങണം. ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോൾ നമുക്ക് തോന്നും നമുക്കെല്ലാം അറിയാം എന്താണ് ശരിയെന്നത്. നമുക്കറിയാം. എന്നാൽ ഇപ്പോഴത്തെ സമയത്ത് ബുദ്ധി കൊണ്ട് മാത്രമല്ല കാര്യങ്ങൾ നടക്കുന്നത്. നമ്മുടെ ഇൻറ്റ്യൂഷൻസ് ഉപയോഗിച്ച് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് തിരിച്ചറിയാൻ തുടങ്ങണം. പരിശ്രമങ്ങൾക്കൊപ്പം ഇനി ഇതും ആഡ് ചെയ്യണം. പരമാത്മാവിന് മുന്നിൽ സമർപ്പണമാവുക. നമ്മുടെ ബുദ്ധി, ഈഗോ ഒന്ന് മാറ്റി അകലെ വയ്ക്കുക. പറയുക: ഞാൻ നന്നായി പരിശ്രമിച്ചിട്ടുണ്ട്, എന്നാൽ എനിക്ക് എന്താണ് നല്ലതെന്നറിയില്ല. എനിക്ക് ടച്ചിങ് തരണം. അതായത് എൻ്റെ ബുദ്ധിയെ എനിക്ക് എന്താണ് ശരിയെന്നതിലേക്ക് നയിക്കണം. എന്നിട്ട് കാര്യത്തെ വിടുക. എങ്ങനെയാണോ ഒരു കുട്ടി പാരൻസിനോട് എന്താണ് ശരിയെന്ന് എനിക്കറിയില്ല, നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരൂ. തൻ്റെ കുട്ടിക്ക് ശരിയായത് എന്താണോ അത് ചെയ്തു കൊടുക്കാൻ ആ പാരന്റ് ഒരുപാട് കാര്യങ്ങളെ ചേഞ്ച് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാറില്ലേ? സമർപ്പണം ചെയ്യാൻ തുടങ്ങുക. ലോജിക്കലായി ചിന്തിക്കുന്ന പല കാര്യങ്ങളും ഇനി വരുന്ന കാലങ്ങളിൽ ശരിയായെന്ന് വരില്ല. എന്തെന്നാൽ ലോജിക്ക് ശരിയായി നടക്കണമെങ്കിൽ പുറമേയുള്ള കാര്യങ്ങൾ ശരിയാവണം. എന്നാൽ ഇത് ഒറ്റ ദിവസത്തിൽ നടക്കില്ല. എന്റെ ഇൻറ്റ്യൂഷൻ എന്റെ വിവേകമാണ്. എന്നാൽ ഇതിലും ഉയർന്നതാണ് പരമാത്മാവിന്റെ ക്യാച്ചിങ് പവർ. ഭഗവാന് നമ്മളോട് സംസാരിക്കാൻ സാധിക്കുമോ? ഭഗവാന് നിങ്ങളോട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അത് പറയാനാവുമോ? പറയാൻ കഴിയുമോ? എങ്ങനെയാണ് പറയാൻ സാധിക്കുക? നിങ്ങൾ ഈ കാര്യം ചെയ്യണമെന്ന് ഭഗവാന് നിങ്ങളോട് പറയണമെന്നുണ്ട്. എങ്ങനെ പറയും? ഓക്കെ, അതിനനുസരിച്ചുള്ള സിറ്റുവേഷൻസ് വരും. സിറ്റുവേഷൻസും ആളുകളിലൂടെയുമല്ലാതെ ഭഗവാൻ എങ്ങനെയാണ് ഒരു കാര്യം പറയാൻ കഴിയുക? സിറ്റുവേഷൻസിലൂടെയും ആളുകളിലൂടെയും അത് സാധിക്കും. എന്നാൽ ഡയറക്റ്റായി പറയാൻ കഴിയുമോ? ഭഗവാന് ഡയറക്റ്റായി ഒരു കാര്യം പറയാൻ സാധിക്കുമെന്ന് ആർക്കൊക്കെ തോന്നുന്നുണ്ട്? അവരിലൂടെയും ഇവരിലൂടെയും ഒന്നുമല്ലാതെ ഡയറക്റ്റായിട്ട് ഭഗവാൻ ഡയറക്റ്റായി ശരിയായ ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് ആർക്കൊക്കെ തോന്നുന്നുണ്ട്? ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആർക്കാണ് ഉണ്ടായിട്ടുള്ളത്? ഭഗവാൻ ഡയറക്റ്റായി ഉത്തരം നൽകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കുന്നത്?
നിങ്ങൾക്കെന്ത് തോന്നുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്തു പറയുന്നു, ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മൾ മറ്റുള്ളവരോട് ചോദിച്ച് നിൽക്കേണ്ട ആവശ്യം എന്താണ്? ഭഗവാനോട് ഡയറക്റ്റായി ചോദിക്കാം എന്താണ് ചെയ്യേണ്ടത്. കാരണം ഭഗവാൻ കൃത്യമായ മറുപടി നൽകും. എന്നാൽ ഇങ്ങനൊരു ബന്ധം നമ്മൾ ദിവസവും ഭഗവാനുമായി സംസാരിക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഒരു പ്രോബ്ലം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെ ചെയ്യണം, പറയൂ എന്നല്ല പറയേണ്ടത്. അങ്ങനെയായാലും ഭഗവാൻ പറയും, പക്ഷെ പറഞ്ഞാൽ ആൻസർ ക്യാച്ച് ചെയ്യാനുള്ള ശക്തി നമ്മുടെ ഉള്ളിലുണ്ടാവില്ല. നമ്മുടെ ഫോണിൻ്റെ ലൈൻ എൻഗേജ്ഡ് ആയിരിക്കും. ഭഗവാനുമായുള്ള ബന്ധം നിലനിർത്തണം. ഇത് എൻ്റെ മറുപടിയാണോ ഭഗവാന്റെ മറുപടിയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാനാകും? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ സെൻറ്ററിലേക്ക് ഒരു സഹോദരി വന്നു. അവർക്ക് വിദേശത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിച്ചിരുന്നു. എന്നാൽ അവരുടെ പാരൻസ് നാട്ടിൽ തന്നെ, ഭാരതത്തിൽ തന്നെ ചില യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാനാണ് നിർദ്ദേശിച്ചത്. എന്നാൽ ഈ കുട്ടിക്ക് വിദേശത്ത് പോയി പഠിക്കണമെന്ന് അത്രയും നിർബന്ധമായിരുന്നു. ആളുകളും പറഞ്ഞു പോയിട്ട് വരൂ എന്ന്. റിട്രീറ്റ് സെൻറ്ററിലേക്ക് പോവുകയായിരുന്നു. 1 മണിക്കൂർ നീണ്ടു നിന്നൊരു യാത്രയായിരുന്നു. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, അവിടെ ഒരു മെഡിറ്റേഷൻ റൂമുണ്ട്, അവിടെ പോയിരിക്കൂ. നിങ്ങൾ എന്തായാലും തീരുമാനമെടുത്തു, അഡ്മിഷൻ എടുക്കുകയും ചെയ്തു. എന്നാലും ആ മെഡിറ്റേഷൻ റൂമിലിരുന്ന് എന്താണോ ശരിയായിട്ടുള്ളത് അതെനിക്ക് ടച്ച് ചെയ്യണമെന്ന് പരമാത്മാവിനോട് പറയണം. തിരികെ വന്ന് ഞാൻ ചോദിച്ചു, ഭഗവാനോട് പറഞ്ഞോ? അവർ പറഞ്ഞു ഇല്ല. അപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഞാനും മുൻപ് ഇങ്ങനെ തന്നെയായിരുന്നു, ഓൾറെഡി ആൻസർ അറിയാം, പിന്നെ എന്തിനാണ് ഭഗവാനോട് ചോദിക്കുന്നത്? ദാറ്റ് ഇസ് ഈഗോ ഓവർ ഇൻ്റലിജൻസ്. ഞങ്ങൾ തിരികെ വരുമ്പോൾ ഒരു ചെറിയ സെൻറ്ററിൽ കൂടി പോയിരുന്നു. ഞാൻ വീണ്ടും അവരോട് പറഞ്ഞു, ഇവിടെ മെഡിറ്റേഷൻ റൂമുണ്ട്, ഇവിടെയും പോയിരിക്കൂ, ഭഗവാനോട് സംസാരിക്കൂ. ഞാനത് പറയുക മാത്രമേ ചെയ്തുള്ളൂ, പറഞ്ഞോ ഇല്ലയോ എന്ന് ചോദിച്ചില്ല. 2 മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടി. വിദേശത്തേക്ക് പോയില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഡൽഹിയിലുള്ള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്തതെന്ന്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അവർ പെട്ടെന്ന് കരയാൻ തുടങ്ങി. അവർ പറഞ്ഞു, അന്ന് എന്നോട് എനിക്ക് എന്താണ് ശരിയെന്ന് പറഞ്ഞു തരണമെന്ന് ഭഗവാനോട് ചോദിക്കാൻ പറഞ്ഞിരുന്നില്ലേ? ഞാൻ അതുപോലെ തന്നെ ഭഗവാനോട് ചോദിച്ചു, എനിക്കെന്താണ് ശരിയെന്ന് പറഞ്ഞു തരണം. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിദേശത്തുള്ള യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ നിന്നും പതുക്കെ ഇല്ലാതാകാൻ തുടങ്ങി. ആ ചിന്ത തനിയെ പോയതാണ്. എത്ര ശ്രമിച്ചിട്ടും വിദേശത്തേക്ക് പോകണമെന്ന ചിന്ത എനിക്ക് തീരെ വരാതായി. ഇതാണ് ഭഗവാന്റെ മറുപടി. നമ്മളൊരു കുട്ടിയായി ഭഗവാനോട് വഴി കാണിച്ചു തരാൻ പറയണം. കുട്ടികൾ എങ്ങനെയാ പറയുക? കേട്ടിട്ടില്ലേ, എനിക്കൊന്നും അറിയില്ല, എനിക്ക് ഭക്ഷണം വാരിത്തരൂ, വായിക്കാൻ പഠിപ്പിച്ചു തരൂ, എന്നെ എടുക്കൂ, വാഷ്റൂമിൽ പോകണമെങ്കിൽ പോലും എന്നെ എടുത്തുകൊണ്ടു പോകൂ എന്ന് പറഞ്ഞു നിൽക്കും. കാരണം കുട്ടിക്കൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. എന്നാൽ കുറച്ച് വയസ്സ് കഴിഞ്ഞാൽ പറയും, എനിക്കെല്ലാം അറിയാം, ഒറ്റയ്ക്ക് ചെയ്യാം. പരമാത്മാവ് പറയാറുണ്ട്, ഒരിക്കലും വളരരുത്, കുട്ടിയായി തന്നെ ഇരിക്കൂ. ഭാരമുണ്ടാകില്ല, ടെൻഷൻ ഉണ്ടാകില്ല. എല്ലാ കാര്യങ്ങളും സമർപ്പണ ഭാവത്തോടുകൂടി പറയുക. അപ്പോൾ ഭഗവാനിൽ നിന്നുള്ള വളരെ നല്ല മറുപടികൾ നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനൊരു മറുപടി നിങ്ങളോ മറ്റാരുമോ തീരെ വിചാരിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ഭഗവാനോടാണ് ചോദിച്ചത്. നമ്മൾ ചോദിക്കാറില്ല, നമ്മുടെ പ്രോബ്ലംസ് പറയുകയാണ് ചെയ്യുന്നത്. ഒപ്പം അതിൻ്റെ ആൻസറും പറഞ്ഞു കൊടുക്കും. ഇത് ഇങ്ങനെ സംഭവിക്കണം. കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മളാണ്, ഭഗവാനല്ല ചെയ്യേണ്ടത്. കർമ്മങ്ങൾ ചെയ്യേണ്ടത് നമ്മളാണ്. നമ്മൾ ഭഗവാനുമായി ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുകയാണ് വേണ്ടത്. എനിക്കെന്താണോ നല്ലത് അതെനിക്ക് ടച്ച് ചെയ്തു തരൂ, അതിനെക്കുറിച്ച് പറഞ്ഞു തരൂ. ഈ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ റെഡിയാണോ? വിശ്വസിക്കേണ്ട, പക്ഷെ എക്സ്പെരിമെൻ്റ് ചെയ്യണം. ഭഗവാനുമായൊരു റിലേഷൻഷിപ്പ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു റിലേഷൻഷിപ്പ്. വലിയ കാര്യങ്ങൾ പോകട്ടെ, ചെറിയ ചെറിയ കാര്യങ്ങൾ, ദിവസവും നടക്കുന്ന വളരെ ചെറിയ കാര്യങ്ങൾ. വളരെ ചെറിയ കാര്യം, എന്തെങ്കിലും ഒരു സാധനം കാണാതായി, അത് വീട് മുഴുവൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ നോക്കി അവിടെ നോക്കി, കാണുന്നില്ല. നമ്മൾ തിരയുന്നത് നിർത്തും. ഭഗവാനോട് പറയും, ഞാനിത് എവിടെ വെച്ചു എന്ന് ഓർമ്മയില്ല, എത്ര തിരഞ്ഞിട്ടും കിട്ടുന്നില്ല, എവിടെ വെച്ചു എന്ന് എനിക്ക് പറഞ്ഞു തരൂ. ശേഷം കാര്യത്തെ വിടുക. കുറച്ചു സമയത്തിന് ശേഷം എവിടെയാണോ ആ വസ്തു ഇരിക്കുന്നത് അവിടേക്ക് നമ്മൾ എത്തുന്നത് കാണാം. നമ്മൾ ചിലപ്പോൾ അവിടെ മാത്രം നോക്കിയിട്ടുണ്ടാവില്ല, നമ്മുടെ മുന്നിലേക്ക് ആ വസ്തു എത്തും. പക്ഷേ ഭഗവാനോട് നമ്മൾ ചോദിക്കില്ല. ചെറിയ കുട്ടിയായി മാറുക. പരമാത്മാവിനോട് ചോദിച്ചു ചെയ്യുക. ഭഗവാൻ അവിടെ ഇരിക്കുന്നുണ്ട്. പരമാത്മാവ് പറയാറുണ്ട്, ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ഉപയോഗിക്കുന്നില്ല. യൂസ് മീ. എന്നോട് സംസാരിക്കൂ, എന്നോട് ചോദിക്കൂ, മറുപടികൾ തരാൻ ഞാൻ റെഡിയാണ്. ടെലപ്പതി. 2 ആത്മാക്കൾക്കിടയിൽ ടെലപ്പതി നടക്കാറുണ്ട്. ടെലപ്പതി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഞാൻ നിങ്ങൾക്കായി ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്തു, നിങ്ങൾ അതിനെ ക്യാച്ച് ചെയ്തു. 2 പേർക്കിടയിൽ ടെലപ്പതി ഉണ്ടാകാമെങ്കിൽ ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ഇടയിൽ ടെലപ്പതി ഉണ്ടാകുമോ?
ഉണ്ടാകുമോ? ഇത് വളരെ ഈസിയാണ്. ആളുകൾ തമ്മിലുള്ള ടെലിപ്പതിയാണോ അതോ ഒരാളും ഭഗവാനും തമ്മിലുള്ള ടെലിപ്പതിയാണോ കൂടുതൽ ഈസി? പരമാത്മാവുമായുള്ളത്. എന്തുകൊണ്ടാണ് എളുപ്പം? എന്തുകൊണ്ടാണ്? ആൻസർ എളുപ്പത്തിൽ കിട്ടുന്നതുകൊണ്ട്. എളുപ്പമെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ, ഓക്കെ, നിങ്ങളുടെ ലൈൻ വളരെ ക്ലിയർ ആണെങ്കിൽ എൻ്റെ തോട്ട്സ് നിങ്ങളിലേക്ക് നേരിട്ടെത്തും. ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് ഒരു തോട്ട് അയക്കുകയാണ്, എഴുന്നേൽക്കൂ, ഇങ്ങോട്ട് വരൂ. ഓക്കെ, ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ്, നിങ്ങളിത് ചെയ്തു നോക്കണം. വളരെ പവർഫുള്ളാണ്. അടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കുന്നതിന് പകരം അവരിലേക്ക് ഒരു തോട്ട് അയക്കണം, എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ. അവരെഴുന്നേറ്റ് വരുന്നത് കാണാം. ചിന്തകളിലൂടെയുള്ള കമ്മ്യൂണിക്കേഷനേക്കാൾ വലുതായി മറ്റൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് വേണം പറയാൻ. സംസാരം, മെസ്സേജ് അയക്കൽ, ഇതിലേറെ. പലപ്പോഴും നമ്മുടെ മുന്നിലിരിക്കുന്ന ആൾ അത്ര പെട്ടെന്ന് നമ്മുടെ തോട്ട്സ് ക്യാച്ച് ചെയ്യില്ല. കാരണം അവരുടെ ചിന്തകൾ വേറെ പലതിലും എൻഗേജ്ഡ് ആയിരിക്കും. എന്നാൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇടയിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ ചിന്തകൾ അവരുമായി കണക്റ്റഡ് ആവും. പക്ഷേ ഭഗവാൻ ഒരിക്കലും എൻഗേജ്ഡ് ആവില്ല. അതുകൊണ്ടാണ് ഭഗവാനുമായുള്ള ടെലിപ്പതി വളരെ ഈസിയർ ആണെന്ന് പറയുന്നത്. ഭഗവാനുമായി ടെലിപ്പതി നടത്തുക. നമ്മൾ എല്ലാവരോടും ചോദിക്കും, എല്ലാവരോടും പറയും. ഭഗവാനോട് മാത്രം ചോദിക്കില്ല. ഭഗവാനുമായി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഒരു പ്രശ്നവും പ്രശ്നമല്ലാതായി മാറും. കാരണം നമ്മൾ ആദ്യം ഭഗവാനോട് ചോദിക്കുമ്പോൾ നമുക്ക് ഭഗവാനിൽ നിന്നുള്ള ശക്തികൾ ലഭിക്കും, സൊല്യൂഷൻസ് ലഭിക്കും. കണ്ണടച്ച് ഭഗവാനെ സ്മരിക്കൂ, സമർപ്പിക്കുക. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഭഗവാൻ ചെയ്തു തരണം എന്നല്ല. കർമ്മം നമ്മളുടേതാണ്. വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കൂ. ഈഗോയെ മാറ്റിവെക്കൂ. ഞാനെന്ന ഭാവത്തെ മാറ്റൂ. ഒരു കുട്ടിയായി മാറുക. ഭഗവാനോട് പറയൂ, ശരി എന്തെന്നറിയില്ല, എനിക്കറിയില്ല, പറഞ്ഞു തരൂ. ഇതാണോ ചെയ്യേണ്ടത്, അതാണോ ചെയ്യേണ്ടത്, മറ്റെന്തെങ്കിലുമാണോ ഞാൻ ചെയ്യേണ്ടത്, ഞാൻ പോലും ശ്രദ്ധിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യമാണോ ചെയ്യേണ്ടി വരിക? എനിക്ക് പറഞ്ഞു തരണം. ഇത് വേറെ ആർക്കു വേണ്ടിയാണെങ്കിലും പറയാവുന്നതാണ്. വളരെ സിമ്പിളായൊരു കാര്യത്തിനാണെങ്കിൽ പോലും. ഓക്കെ, വീട്ടിൽ ആർക്കെങ്കിലും സുഖമില്ലെന്ന് കരുതുക. ഒരു നിമിഷം നിശബ്ദമായിരുന്ന് ഭഗവാനോട് ചോദിക്കൂ, ഇങ്ങനൊരു പ്രോബ്ലം വന്നിട്ടുണ്ട്, ഞാൻ ഏത് ഡോക്ടറുടെ അടുത്ത് പോകണം? ഇത്രമാത്രം ചെയ്താൽ മതി, ഇത് മാത്രം പറഞ്ഞാൽ മതി. ഏത് ഡോക്ടറുടെ അടുത്ത് പോകണമെന്ന് നമുക്കറിയാമല്ലോ? നോ, നമുക്കറിയില്ല. വെറും 1 മിനിറ്റ് ഒന്ന് ഭഗവാനുമായി കണക്റ്റഡായി ചോദിക്കൂ, ഏത് ഡോക്ടറുടെ അടുത്ത് പോകണം, പറഞ്ഞു തരൂ. പിന്നെ ക്ലിയറായി ഏത് ഡോക്ടറുടെ അടുത്ത് പോകണമെന്ന് നമുക്ക് മറുപടി ലഭിക്കും. ചിലപ്പോൾ ഒരു ഓർമ്മ വരലാകാം. ആരെങ്കിലും നമ്മളോട് പറയും, അല്ലെങ്കിൽ പെട്ടെന്നൊരു ഫോൺ കോൾ ചെയ്ത് ഈ ഡോക്ടറുടെ അടുത്തേക്ക് പോകൂ. സൂചനകൾ ഏത് വിധത്തിലുമാകാം. ഈ ഫീലിംഗ് ഉണ്ടാകും, ഭഗവാനാണ് നമ്മളോട് പറഞ്ഞതെന്ന്. ഓരോ കാര്യത്തിനും ചോദിക്കണം, ഓരോ കാര്യത്തിനും. ഓരോരോ കാര്യങ്ങളും നമ്മൾ ചോദിച്ചു ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ബന്ധം ആരുമായാണ് സ്ഥാപിക്കാൻ തുടങ്ങുന്നത്? ആരുടെ കൂടെയാണ് ബന്ധമുണ്ടാകാൻ തുടങ്ങുന്നത്? ഭഗവാനുമായുള്ളത്. നമ്മുടെ ബന്ധം ഭഗവാനോടൊപ്പമാകുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതായി മാറും? എങ്ങനെയുള്ളതാകും? ഈ ലോകത്തിൽ തന്നെ വളരെ ഉയർന്ന പൊസിഷനിലുള്ള ആരെങ്കിലും പരിചയമുള്ള ആളുകൾ എന്താണ് പറയുക? പേടിക്കേണ്ട കാര്യമില്ല, അവരെ നന്നായി അറിയാം, അവരെല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യും. പറയാറില്ലേ? ഇനി വീട്ടിൽ പോയി പറയണം, പേടിക്കേണ്ട കാര്യമില്ല, നമുക്കാരെയാണ് അറിയുന്നത്? പേടിക്കേണ്ട കാര്യമില്ല, ആരെ അറിയും? അത്രയ്ക്കൊരു വിശ്വാസം, ധൈര്യം ആ ബന്ധത്തിൽ നിറഞ്ഞു നിൽക്കണം. സെന്ററിൽ ധാരാളം എക്സ്പെരിമെന്റ്സ് ചെയ്തു നോക്കാറുണ്ട്. ആളുകൾ വന്നു പറയും, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഭഗവാനോട് ചോദിച്ചു പറഞ്ഞു തരൂ. അവർക്ക് അനുഭവമുണ്ട്, ഇവർ പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കും, റൈറ്റ് ആൻസർ ആയിരിക്കും ലഭിക്കുക എന്നതിൽ. അതുകൊണ്ട് അവർ പറയും, ചോദിച്ചിട്ട് വരൂ, എന്തായിരിക്കും ശരിയായ കാര്യമെന്ന് ചോദിച്ചു പറഞ്ഞു തരൂ. ഇതൊരു റിലേഷൻഷിപ്പാണ്, സൃഷ്ടിച്ചതല്ല. സൃഷ്ടിക്കാത്ത ബന്ധമായതുകൊണ്ട് ഒരു പ്രശ്നവും ബന്ധത്തിൽ വരുന്നില്ല. ഹയസ്റ്റ് പവറുമായുള്ള ബന്ധമാണ്. റെഡിയാണോ? ഭഗവാനുമായുള്ള ബന്ധമുണ്ട്, പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യണം. ബന്ധം എപ്പോഴുമുണ്ട്, പക്ഷേ നിലനിർത്തണം. എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ആരെയാണ്? മനസ്സിൽ ഒരു സർക്കിൾ ഉണ്ടാക്കുക. നിങ്ങളിപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞു. അത് നല്ലതാകാം, ബുദ്ധിമുട്ടുള്ളതാകാം, എന്തുമാകാം. ഏറ്റവും ആദ്യം
ആരോട് പറയണമെന്നാണ് മനസ്സിൽ വരിക. അതാദ്യത്തെ സർക്കിളിൽ എഴുതുക. അടുത്ത സർക്കിളിൽ രണ്ടാമതായി ആരോട് പറയണം? ഓരോ ആളുകൾക്കുമായി ഓരോ സർക്കിൾ. ഇപ്പോൾ മനസ്സിലാകും പരമാത്മാവിന്റെ പേര് നിങ്ങൾ ഏത് സർക്കിളിലാണ് എഴുതിയിട്ടുള്ളതെന്ന്. ഒരു പ്രോബ്ലം വന്നു, ഒന്ന് ചോദിക്കണം. ആദ്യം ആരോട് ചോദിക്കും, രണ്ടാമത് ആരോട് ചോദിക്കും, മൂന്നാമത് ആരോട് ചോദിക്കും. എല്ലാവരോടും ചോദിച്ചു. ആർക്കും സഹായിക്കാൻ പറ്റാത്ത സ്ഥിതി വരുമ്പോൾ, ആർക്കും എന്നെ സഹായിക്കാൻ പറ്റുന്നില്ല, ഭഗവാനെ ഒന്ന് വഴി കാണിച്ചു തരൂ എന്ന് ഭഗവാന്റെ അടുത്തേക്ക് അവസാനം പോകുന്നതിന് പകരം, ഏറ്റവും അവസാനം പോകുന്നതിന് പകരം എപ്പോഴാണ് ചോദിക്കേണ്ടത്? ഏറ്റവും ആദ്യം ഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ മറ്റാരുടെ അടുത്തും സൊല്യൂഷൻസിനായി പോകേണ്ടി വരില്ല. ഓർമ്മ വയ്ക്കണം, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാമാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം തന്നെ എൻ്റെ പൂർവ്വകർമ്മങ്ങളുടെ ഫലങ്ങളാണ്. എൻ്റെ ഭാഗ്യം ആരാണ് സൃഷ്ടിക്കുന്നത്? എൻ്റെ ഭാഗ്യം ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? പരമാത്മാവാണ് നമ്മുടെ ഭാഗ്യം സൃഷ്ടിക്കുന്നതെന്ന് ഉറച്ച വിശ്വാസമുള്ളത് ആർക്കൊക്കെയാണ്? പരമാത്മാവ് ഭാഗ്യം സൃഷ്ടിക്കുന്നില്ല. പിന്നെ ആരായിരിക്കും ഭാഗ്യം നിർമ്മിക്കുന്നുണ്ടാവുക? കർമ്മങ്ങൾ, നമ്മുടെ കർമ്മങ്ങൾ. നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ ഭാഗ്യം രചിക്കുന്നത്. അപ്പോൾ എൻ്റെ മുന്നിലേക്ക് വരുന്ന സിറ്റുവേഷൻ എൻ്റെ ഭാഗ്യത്തിൽ എഴുതിയത് ആരാണ്? ഞാനാണ് ഭാഗ്യത്തിൽ ഇത് എഴുതിയത്. അപ്പോൾ ഇതിനെ മാറ്റുന്നത് ആരായിരിക്കണം? ഞാൻ തന്നെ. പരമാത്മാവിന്റെ റോൾ ഇതിൽ എന്താണ്? ശരിയായ കർമ്മങ്ങൾ ചെയ്യാനുള്ള അറിവാണ് നൽകുന്നത്. ശരിയായ കർമ്മങ്ങൾ ചെയ്യാനുള്ള ശക്തിയാണ് നൽകുന്നത്. മാത്രമല്ല ദിവസം മുഴുവനും അളവില്ലാത്ത സ്നേഹം കൂടി നൽകുന്നുണ്ട്. ജ്ഞാനം, ശക്തി, സ്നേഹം എന്നിവ ലഭിക്കാൻ തുടങ്ങുമ്പോൾ ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ എളുപ്പമായി മാറുന്നു. ഭഗവാന്റെ ജ്ഞാനം, ശക്തി, സ്നേഹം ഇതെല്ലാം മുറുക്കി പിടിച്ചുകൊണ്ട് ശരിയായ കർമ്മങ്ങൾ ചെയ്യണം. മനസ്സ് ശുദ്ധമാക്കി വയ്ക്കുമ്പോൾ നമ്മുടെ കർമ്മങ്ങളും അങ്ങനെയുള്ളതായി മാറുന്നു.